ശാസ്ത്രവും മന്ത്രവാദവും പരീക്ഷണശാലയിലെ സ്ഫടികപാത്രങ്ങളിൽ തിളച്ചു മറിഞ്ഞ് കൂടിച്ചേർന്ന് പച്ചയും നീലയും പ്രകാശരശ്മികൾ മിന്നിമറഞ്ഞ പുകച്ചുരുളുകളായി ഉയർന്നു വന്നപ്പോൾ അത് പ്രതീക്ഷയോടെ നോക്കി നിന്ന ഒരു കൂട്ടം ആൽക്കെമിസ്റ്റുകൾ ആ മരുന്നിന് നൽകിയ പേര് ദി ഫിലോസഫേഴ്സ് സ്റ്റോൺ എന്നാണ്. ദി സ്റ്റോൺ ഓഫ് വിസ്ഡം അഥവാ ഫിലോസഫേഴ്സ് സ്റ്റോണിന്റെ നിർമ്മാണത്തിന് വേണ്ടി ആൽക്കെമിസ്റ്റുകൾ ആയുഷ്കാലം അത്രയും പരീക്ഷണശാലകളിൽ ചിലവഴിച്ചതിന് പിന്നിൽ കേവലം സാമ്പത്തിക നേട്ടമോ നിത്യജീവൻ നേടി ഭൂമിയിൽ ചിലകാലം ജീവിക്കാമെന്നുള്ള ആശയോ മാത്രമായിരുന്നില്ല. മറിച്ച് ഇതൊരു ആത്മീയ അന്വേഷണമായിരുന്നു. ജ്ഞാനത്തിനു വേണ്ടിയുള്ള അന്വേഷണം, പ്രപഞ്ച ശക്തികളുമായി ലയിച്ചു ചേരുവാനുള്ള അന്വേഷണം. ആൽക്കമിയിൽ എടുത്തു പറയേണ്ട മറ്റൊരാളാണ് നിക്കോളാസ് ഫ്ലമൽ. ഫിലോസഫേഴ്സ് സ്റ്റോൺ നിർമ്മിക്കുവാനുള്ള കെമിക്കൽ ഫോർമുല കണ്ടെത്തുന്നതിൽ വിജയിച്ച ആൽക്കമിസ്റ്റായി ചരിത്രം രേഖപ്പെടുത്തുന്നത് നിക്കോളാസ് ഫ്ലമലിനെയാണ്. വിവാഹശേഷം വലിയ സമ്പത്തിന്റെ ഉടമയായി മാറിയ ഫ്ലമലും ഭാര്യയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വലിയ താല്പര്യം കാണിച്ചിരുന്ന ആൾക്കാരായിരുന്നു. എന്നാൽ ഭാര്യയുടെ മരണത്തോടെ ഒറ്റപ്പെട്ടു പോയ നിക്കോളാസ് ഫ്ലമൽ തന്റെ മരണശേഷം കല്ലറയിൽ സ്ഥാപിക്കുവാനുള്ള ടൂം സ്റ്റോൺ നേരത്തെ തന്നെ സ്വയം രൂപപ്പെടുത്തിയിരുന്നു. മരണശേഷവും ഫ്ലമലിനെ കണ്ടതായി ചില ആൽക്കെമിസ്റ്റുകൾ അങ്ങിങ്ങായി പറഞ്ഞു പരത്താൻ തുടങ്ങി. എന്തിനേറെ പറയുന്നു, അടക്കം ചെയ്തിരുന്ന സ്ഥലത്ത് നിക്കോളാസ് ഫ്ലമലിന്റെ പൊടി പോലും കാണാനില്ലായിരുന്നു എന്നുകൂടി പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ നിത്യജീവന്റെ അമൃത് കണ്ടെത്തിയ ഒരു തികഞ്ഞ ആൽക്കെമിസ്റ്റായി നിക്കോളാസ് ഫ്ലമൽ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു.